നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പര്യായ പദങ്ങളാണ്. വൊക്കാബുലറിയുടെ പാർട്ടിൽ മലയാളത്തിൽ നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചില ഭാഗങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ പര്യായ പദത്തിൻ്റെ ഭാഗം. ശ്രദ്ധയോടുകൂടി റിപ്പീറ്റ് ചെയ്ത് കേട്ട് മനസ്സിലാക്കുക. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണിത്. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഇത് നന്നായിട്ട് മനസ്സിലാക്കിയെടുത്ത് പഠിക്കാൻ പറ്റുക. ഒരിക്കലും കാണാതെ പഠിക്കുകയല്ല വേണ്ടത്, മനസ്സിലാക്കി എന്ത് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് വേണം നമ്മൾ ഇത്തരം കാര്യങ്ങളെല്ലാം പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് പര്യായപദങ്ങളെല്ലാം, അത്ര പ്രാധാന്യമുള്ള പര്യായപദങ്ങളെല്ലാം നമുക്ക് ഒന്നിച്ചൊന്ന് നോക്കാം. കരയുടെ പര്യായപദമാണ് തീരം, കുലം, കച്ചം. കര എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കര എന്താണെന്ന് നമുക്കറിയാം. കരയുടെ പര്യായപദങ്ങളാണ് തീരം, കുലം, കച്ചം. കര, കുലം, കച്ചം, തീരം, ഇങ്ങനെ നോക്കിയാൽ മതി. അപ്പോൾ ആ കായിൽ സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കരയുടെ പര്യായപദമായ കുലം, കച്ചം. അത് കഴിഞ്ഞ് തീരം നമുക്കറിയാം. കര, തീരം നമ്മളെപ്പോഴും ഉപയോഗിക്കാറുള്ളതാണ് മാറി മാറി. അപ്പം കരയുടെ പര്യായപദങ്ങളാണ് തീരം, കുലം, കച്ചം. ഇനി കറുപ്പിൻ്റെ അത്രയേറെ ഭംഗിയുള്ള ഒരു നിറമാണ് കറുപ്പ്. ആ കറുപ്പിൻ്റെ പര്യായപദങ്ങൾ ഏതൊക്കെയാണ്? കൃഷ്ണം, നീലം, അസിതം. കൃഷ്ണം, നീലം, അസിതം. ഇവിടെ കൃഷ്ണ, ദ്രൗപദിയെ പറയുന്ന മറ്റൊരു പേരാണെന്ത്? കൃഷ്ണ. കറുത്ത നിറമുള്ളവൾ എന്ന അർത്ഥത്തിൽ ദ്രൗപദിയുടെ മറ്റൊരു പേരാണ് കൃഷ്ണ. അപ്പോൾ കറുപ്പിൻ്റെ പര്യായപദങ്ങളാണ് കൃഷ്ണം, നീലം, അസിതം മുതലായവ. മറക്കാതെ ഓർക്കുക, കറുപ്പിൻ്റെ പര്യായപദങ്ങളാണ് കൃഷ്ണം, നീലം, അസിതം. വെളുപ്പിലേക്ക് വരികയാണെങ്കിലോ, വെളുപ്പിൻ്റെ പര്യായപദങ്ങളാണ് ശുദ്രം, ഗൗരം, ദൂസരം, ശ്വേതം. ശുദ്രം, ഗൗരം, ദൂസരം, ശ്വേതം. ഏതൊക്കെയാണ് വെളുപ്പിൻ്റെ പര്യായപദങ്ങൾ? ശുദ്രം, ഗൗരം, ദൂസരം, ശ്വേതം. നമ്മൾ പാർവതിയെ ഗൗരി എന്ന് പറയാറില്ലേ, അതുമായി ബന്ധപ്പെടുത്തി ഗൗരം ഓർത്താൽ മതി. ശുദ്രം, ഗൗരം, ദൂസരം, ശ്വേതം. അപ്പോൾ നമ്മൾ ഇപ്പോൾ 3 വാക്കുകളുടെ പര്യായപദങ്ങളാണ് നോക്കിയത്. കരയുടെ പര്യായപദങ്ങളാണ് തീരം, കുലം, കച്ചം. കറുപ്പിൻ്റെ പര്യായപദങ്ങളാണ് കൃഷ്ണം, നീലം, അസിതം. വെളുപ്പിൻ്റെത് ശുദ്രം, ഗൗരം, ദൂസരം, ശ്വേതം. നാവിൻ്റെ പര്യായപദങ്ങൾ എന്തൊക്കെയാണ്? ജിഹ്വ. എന്തൊക്കെയാണ്? ജിഹ്വ, രസന, രസജ്ഞ. ജിഹ്വ, രസന, രസജ്ഞ. ഇവയാണ് നാവിൻ്റെ പര്യായപദങ്ങൾ. നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെന്നും നാവെന്ന് പറയുന്നതിന് പകരം ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നാവ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ആലോചിക്കുമ്പം ജിഹ്വ, രസന, രസജ്ഞ എന്നൊക്കെ ഒന്ന് ഓർക്കുക. നമുക്ക് അത്രത്തോളം ഉപയോഗിക്കാൻ എളുപ്പമുള്ള വാക്കുകളല്ലെങ്കിലും നമുക്ക് പഠിക്കേണ്ടത് ആവശ്യമായതുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ നാവ് എന്ന് പറയുന്നതിന് പകരം ഇനി ജിഹ്വ, രസന അല്ലെങ്കിൽ രസജ്ഞ എന്നൊക്കെ പറഞ്ഞു നോക്കുക. മീൻ നമുക്കെല്ലാം അറിയാം. മീനിൻ്റെ പര്യായപദങ്ങളാണ് മകരം, ശകുലം, മത്സ്യം. എന്തൊക്കെയാണ്? മകരം, ശകുലം, മത്സ്യം. ഭയത്തിൻ്റെ പര്യായപദങ്ങളാണ് ഭീതി, ത്രാസം, പേടി, ഭരം. നമ്മൾക്കിതിൽ പേടി നന്നായിട്ട് അറിയാം. ഭയം, പേടി അത് നമുക്കറിയാം. അതുപോലെ ഭീതിയും നമ്മൾ കേട്ടിട്ടുണ്ട്. ത്രാസം, ഭരം, ഇതും എന്താണ്? ഭയത്തിൻ്റെ പര്യായപദങ്ങളാണ്. നമ്മൾ ഈ 3 വാക്കുകളും കൂടി ഒന്നുകൂടി നോക്കുകയാണ്. നാവിൻ്റെ പര്യായപദങ്ങളാണ് ജിഹ്വ, രസന, രസജ്ഞ. മീനിൻ്റെ പര്യായപദങ്ങളാണ് മകരം, ശകുലം, മത്സ്യം. ഭയത്തിൻ്റെ പര്യായപദങ്ങളാണ് ഭീതി, ത്രാസം, പേടി, ഭരം. ഇനി മഞ്ഞിൻ്റെ പര്യായപദങ്ങളാണ് മഞ്ഞിൻ്റെ നീഹാരം, തുഷാരം, ഹിമം, പ്രാലേയം. ഇതിൽ നീഹാരിക എന്നൊക്കെ നമ്മൾ നീഹാരം അത് ഓർക്കാൻ എളുപ്പമാണ്. അതുപോലെ തുഷാരം, ഹിമം, പ്രാലേയം. പല മലയാള ചലച്ചിത്ര ഗാനങ്ങളിലും ഈ പദങ്ങളൊക്കെ പലപ്പോഴും വരാറുണ്ട്. മഞ്ഞിൻ്റെ പര്യായപദങ്ങളൊക്കെ ഹിമമായിക്കോട്ടെ, തുഷാരമായിക്കോട്ടെ, നീഹാരം. പിന്നെ പ്രാലേയം നമ്മൾ അധികം കേട്ടിട്ടുണ്ടാവില്ല. അപ്പം മഞ്ഞിൻ്റെ പര്യായപദങ്ങളാണ് നീഹാരം, തുഷാരം, ഹിമം, പ്രാലേയം. മണൽത്തിട്ടയുടെ പര്യായപദങ്ങൾ ഏതൊക്കെയാണ്? മണൽത്തിട്ടയുടെ പര്യായപദങ്ങളാണ് സൈകതം, പുളിനം. എന്തൊക്കെയാണ്? സൈകതം, പുളിനം മുതലായവയാണ് മണൽത്തിട്ടയുടെ പര്യായപദങ്ങൾ. തേൻ നമുക്കറിയാം. തേനിൻ്റെ പര്യായപദങ്ങളാണ് സുധ, മട്ടി, മധു, മടു,
മകരന്തം മരന്തം. എന്തൊക്കെയാണ്? സുധ, മട്ടി, മധു, മടു, മകരന്തം, മരന്തം. ഇത്രയും എന്താണ്? തേനിൻ്റെ പര്യായപദങ്ങളാണ്. അപ്പോൾ ഈ 3 വാക്കുകൾ നമുക്കൊന്നും കൂടി നോക്കാം. മഞ്ഞിൻ്റെ പര്യായപദങ്ങളാണ് നീഹാരം, തുഷാരം, ഹിമം, പ്രാലേയം. മണൽത്തിട്ടയുടെ പര്യായപദങ്ങളാണ് സൈകതം, പുളിനം. തേനിൻ്റെ പര്യായപദങ്ങൾ ഏതൊക്കെയാ? സുധ, മട്ടി, മധു, മടു, മകരന്തം, മരന്തം. ഇനി ഗുരുവിൻ്റെ പര്യായപദങ്ങളാണ് ആചാര്യൻ. നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു ആചാര്യൻ്റെ എതിർലിംഗം എന്താണ്? ആചാര്യയാണ്. ആചാര്യൻ, അധ്യാപകൻ, ഉപാധ്യായൻ. ഇതൊക്കെ എന്താണ്? ഗുരുവിൻ്റെ പര്യായപദങ്ങളാണ്. ഗുരുവിൻ്റെ പര്യായപദങ്ങൾ ഏതൊക്കെയാണ്? ആചാര്യൻ, അധ്യാപകൻ, ഉപാധ്യായൻ. ഇതിൽ ആചാര്യനും അധ്യാപകനും ഗുരുവും നമുക്ക് സുപരിചിതമാണ്. ഉപാധ്യായനും എന്താണ്? ഗുരുവിൻ്റെ എന്താണ്? മറ്റൊരു പദമാണ് ഉപാധ്യായൻ. വള. വളയുടെ പര്യായപദമാണ് കങ്കണം, കടലം, വലയം. എന്തൊക്കെയാണ്? വളയുടെ പര്യായപദങ്ങളാണ് കങ്കണം, കടലം, വലയം. ഇനി നമ്മൾ വള കാണുമ്പോൾ വള എടുക്കുക, വള വാങ്ങണം, അല്ലെങ്കിൽ വള ഇടുന്നു എന്നൊക്കെ പറയുന്നതിന് പകരം കങ്കണം ഇടുക, കടലം ഇടുക, വലയം ഇടുക, അങ്ങനെയൊക്കെ പറയുക. നമുക്ക് ഓർത്തിരിക്കുകയാണല്ലോ ആവശ്യം. അപ്പം വളയുടെ പര്യായപദങ്ങളാണ് കങ്കണം, കടലം, വലയം. മേഘത്തിൻ്റെ പര്യായപദങ്ങളാണ് വാരിതം, അമ്പുതം, ജീമൂതം, കൊണ്ടൽ. എന്തൊക്കെയാണ്? വാരിതം, അമ്പുതം, ജീമൂതം, കൊണ്ടൽ. ഇനി ഉപ്പിൻ്റെ പര്യായപദങ്ങളാണ് ലവണം, വസരം, സാമുദ്രം. സമുദ്രമല്ല, സാമുദ്രം. അപ്പോൾ ഉപ്പിൻ്റെ പര്യായപദങ്ങളാണ് ലവണം, വസരം, സാമുദ്രം. ഇത്രയും വാക്കുകൾ ഒന്നും കൂടി നോക്കാം. ഗുരുവിൻ്റെ പര്യായപദങ്ങളാണ് ആചാര്യൻ, അധ്യാപകൻ, ഉപാധ്യായൻ. വളയുടെ പര്യായപദങ്ങളാണ് കങ്കണം, കടലം, വലയം. മേഘത്തിൻ്റെ പര്യായപദമാണ് വാരീതം, അമ്പുതം, ജീമൂതം, കൊണ്ടൽ. അതുപോലെ ഉപ്പിൻ്റെ പര്യായപദമാണ് ലവണം, വസരം, സാമുദ്രം. ആമ്പലിൻ്റെ പര്യായപദങ്ങൾ ഏതൊക്കെയാണ്? ആമ്പലിൻ്റെ പര്യായപദങ്ങളാണ് കുമുദം, കുവലയം, സാരഭമല്ല കേട്ടോ, സാരഥമാണ്, ദായാണ് സാരഥം, കൈരവം. ആമ്പലിൻ്റെ പര്യായപദങ്ങളാണ് കുമുദം, കുവലയം, സാരഥം, കൈരവം. അതുപോലെ കട്ടിലിൻ്റെ പര്യായപദങ്ങളാണ് മഞ്ചം, തളിമം, പര്യങ്കം. അരയാലിൻ്റെ പര്യായപദങ്ങളാണ് അശ്വത്ഥം, പിപ്പലം, ബോധിദ്രുമം. അവിലിൻ്റെ പര്യായപദങ്ങൾ ഏതൊക്കെയാണ്? അവിലിൻ്റെ പര്യായപദങ്ങളാണ് ചിപിടകം, പൃഥുകം, ദാന. അപ്പം നമുക്കൊന്നും കൂടി നോക്കാം. ആമ്പലിൻ്റെ പര്യായപദങ്ങളാണ് കുമുദം, കുവലയം, സാരഥം, കൈരവം മുതലായവ. കട്ടിലിൻ്റെ പര്യായപദങ്ങൾ ഏതൊക്കെയാണ്? മഞ്ചം, തളിമം, പര്യങ്കം. അരയാലിൻ്റെ പര്യായപദങ്ങളോ? അത് അശ്വത്ഥം, പിപ്പലം, ബോധിദ്രുമം. അവിലിൻ്റെ പര്യായപദങ്ങളാണ് ചിപിടകം, പൃഥുകം, ദാന മുതലായവ. ഇനി കുങ്കുമത്തിൻ്റെ പര്യായപദം നോക്കാം. കുങ്കുമത്തിൻ്റെ പദങ്ങളാണ് രോഹിതം, പിശുനം, കാശ്മീരം. ഈ കാശ്മീരിലൊക്കെയാണ് കുങ്കുമപ്പൂ കൂടുതലായിട്ടുള്ളതെന്നൊക്കെ നമ്മൾ കേൾക്കാറില്ലേ? അതുമായി കണക്ട് ചെയ്താൽ നമുക്ക് ആ കാശ്മീരം കുങ്കുമത്തിൻ്റെ പര്യായപദമാണെന്ന് ഓർത്തു വെക്കാം. അപ്പോൾ കുങ്കുമത്തിൻ്റെ പര്യായപദങ്ങളാണ് രോഹിതം, പിശുനം, കാശ്മീരം മുതലായവ. പൂമുട്ടിൻ്റെ പര്യായപദങ്ങളാണ് കലിക, കുട്മളം, മുകുളം മുതലായവ. ഏതൊക്കെയാണ്? കലിക, കുട്മളം, മുകുളം മുതലായവ എന്തിൻ്റെയാണ്? പൂമുട്ടിൻ്റെ പര്യായപദങ്ങളാണ്. വാക്കിൻ്റെ പര്യായപദങ്ങളാണ് വാണി, ഉക്തി, വചനം, ഭാഷിതം. വാക്കിൻ്റെ പര്യായപദങ്ങൾ ഏതൊക്കെയാണ്? വാണി, ഉക്തി, വചനം, ഭാഷിതം മുതലായവയാണ് വാക്കിൻ്റെ പര്യായപദങ്ങൾ. തേരിൻ്റെ പര്യായപദങ്ങളാണ് സ്യന്തനം, രഥം, ചക്രയാനം. എന്തൊക്കെയാണ്? സ്യന്തനം, രഥം, ചക്രയാനം മുതലായവയാണ് തേരിൻ്റെ പര്യായപദങ്ങൾ. അപ്പോൾ കുങ്കുമത്തിൻ്റെ പര്യായപദങ്ങളാണ് രോഹിതം, പിശുനം, കാശ്മീരം. പൂമുട്ടിൻ്റെ പര്യായപദങ്ങളാണ് കലിക, കുട്മളം, മുകുളം. വാക്കിൻ്റെ പര്യായപദങ്ങളാണ് വാണി, ഉക്തി, വചനം, ഭാഷിതം. തേരിൻ്റെ പര്യായപദങ്ങളാണ് സ്യന്തനം, രഥം, ചക്രയാനം.
ഒട്ടകത്തിൻ്റെ പര്യായപദം എന്തൊക്കെയാണ്? മഹാകളം, ഭദ്രു, ധൂമ്രകം. അപ്പോൾ ഒട്ടകത്തിൻ്റെ പര്യായപദങ്ങളാണ് മഹാകളം, ഭദ്രു, ധൂമ്രകം. ഓടക്കുഴലിൻ്റെ പര്യായപദങ്ങളാണ് വേണു, മുരളി, സുഷിരം. എന്തൊക്കെയാണ്? വേണു, മുരളി, സുഷിരം. നഖം, നഖത്തിൻ്റെ പര്യായപദങ്ങളാണ് കരരുഹം, നഖരം, പുനർഭവം. എന്തൊക്കെയാ? കരരുഹം, നഖരം, പുനർഭവം. ഉറക്കം, ഉറക്കത്തിൻ്റെ പര്യായപദങ്ങളാണ് നിദ്ര, സുഷുപ്തി, സുപ്തി. നമ്മൾക്കിതൊന്നുകൂടി നോക്കാം. ഒട്ടകത്തിൻ്റെ പര്യായപദങ്ങളാണ് മഹാകളം, ഭദ്രു, ധൂമ്രകം. ഓടക്കുഴലിൻ്റെ പര്യായപദങ്ങളാണ് വേണു, മുരളി, സുഷിരം. നഖത്തിൻ്റെയോ? നഖത്തിൻ്റെ പര്യായപദങ്ങളാണ് കരരുഹം, നഖരം, പുനർഭവം. ഉറക്കത്തിൻ്റെ പര്യായപദങ്ങളാണ് നിദ്ര, സുഷുപ്തി, സുപ്തി മുതലായവ. നിലാവ്, നിലാവിൻ്റെ പര്യായപദങ്ങളാണ് ചന്ദ്രിക, ജ്യോത്സ്ന, കൗമുദി, ചന്ദ്രകാന്തം. അപ്പോൾ നിലാവിൻ്റെ പര്യായപദങ്ങളാണ് ചന്ദ്രിക, ജ്യോത്സ്ന, കൗമുദി, ചന്ദ്രകാന്തം. പക്ഷിയുടെയോ? പക്ഷിയുടെ പര്യായപദങ്ങളാണ് ഖഗം, ദ്വിജം, ശകുന്തം, വിഹഗം, പതംഗം. പക്ഷിയുടെ പര്യായപദങ്ങളാണ് ഖഗം, ദ്വിജം, ശകുന്തം, വിഹഗം, പതംഗം. അരയന്നത്തിൻ്റെ പര്യായപദങ്ങളാണ് ഹംസം, ശ്വേതഗരുഡം. ഇവിടെ ആലോചിക്കുക, ശ്വേതം എന്നാൽ വെളുപ്പെന്നാണ്. അപ്പം ശ്വേതഗരുഡമാണ് അരയന്നം. ചക്രാംഗം, ഇതും അരയന്നത്തിൻ്റെ മറ്റൊരു പര്യായപദമാണ്. അമൃതത്തിൻ്റെ പര്യായപദമാണ് പീയൂഷം, സുധ. ഇവിടെ സുധ എന്ന വാക്ക് നമ്മൾ തേനിൻ്റെയും പര്യായപദമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അമൃതത്തിൻ്റെയും പര്യായപദമാണ് പീയൂഷം, സുധ മുതലായവ. അപ്പോൾ നിലാവിൻ്റെ പര്യായപദങ്ങളാണ് ചന്ദ്രിക, ജ്യോത്സ്ന, കൗമുദി, ചന്ദ്രകാന്തം. പക്ഷിയുടെ പര്യായപദങ്ങളാണ് ഖഗം, ദ്വിജം, ശകുന്തം, വിഹഗം, പതംഗം. അരയന്നത്തിൻ്റെ പര്യായപദങ്ങളാണ് ഹംസം, ശ്വേതഗരുഡം, ചക്രാംഗം. അമൃതത്തിൻ്റെ പര്യായപദങ്ങളാണ് പീയൂഷം, സുധ മുതലായവ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച ഈ പര്യായപദങ്ങളൊക്കെ എന്ത് ചെയ്യുക? നന്നായിട്ട് റിവൈസ് ചെയ്ത് കേൾക്കുക, പഠിക്കുക, മനസ്സിലാക്കി പഠിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ കൂടുതൽ ഉപയോഗപ്രദമായിട്ടുള്ള എപ്പിസോഡുകളുമായിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം.